പതിവ് പോലെ 2 സീറ്റിൽ മാത്രം വഴങ്ങി ലീഗ് ചരിത്രപരമായ കീഴടങ്ങൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയിലേറെ കാലം ലീഗിന്റെ വിവിധ തലങ്ങളിൽ നടന്ന ചർച്ചകൾ ഒരുപക്ഷെ ഇത്തവണ 3-ാം സീറ്റ് കൊണ്ടേ പോകൂ എന്ന് തീരുമാനിച്ചിരുന്ന ലീഗ് നേതൃത്വം അതെല്ലാം മാധ്യമങ്ങളടക്കം വിവിധ ചർച്ചകൾ നടത്തി എല്ലാം വൃഥാവിലായി ചരിത്രം ആവർത്തിക്കുക തന്നെ ചെയ്തു. ഈ സാഹചര്യത്തെ 2 തരത്തിൽ വിലയിരുത്തേണ്ടി വരുന്നുണ്ട്. ഒന്ന്, കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥ. രണ്ടാമത്, ലീഗ് എന്ന് പറയുന്ന പാർട്ടി ചുരുങ്ങി ഒരു പ്രാദേശിക പാർട്ടിയായി മാത്രം മാറിപ്പോകുന്ന അവസ്ഥ. കോൺഗ്രസിന്റെ ജീവൻ മരണ പോരാട്ടമാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഉത്തരേന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് പോലും ഒരു സീറ്റും അധികമായി ലഭിക്കാൻ സാധ്യതയില്ലാത്ത നിലയിലാണ് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ 18 സീറ്റുകളിൽ വിജയിച്ച UDF സ്ഥാനാർത്ഥികൾ, ആ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പാർലമെന്റിൽ കഴിഞ്ഞ 5 വർഷക്കാലം എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഇപ്പോഴും മുഴങ്ങി നിൽക്കുന്നുണ്ട്. ഏതായാലും കോൺഗ്രസ് എത്തിപ്പെട്ടിരിക്കുന്ന വലിയ പ്രതിസന്ധി കൂടി വിലയിരുത്തുമ്പോഴേ ലീഗിൻ്റെ ഈ കീഴടങ്ങലിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുകയുള്ളൂ. ലീഗിൻ്റെ കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും അവരുടെ ശക്തി പ്രകടനം പരിശോധിക്കുമ്പോൾ ന്യായമായും 3-ാം സീറ്റ് അവർക്ക് അവകാശപ്പെട്ടതാണെന്ന് ലീഗ് അണികൾക്കും ഒപ്പം തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിനും തോന്നുകയും ആ തോന്നൽ ശരിയാണെന്ന് ഈ സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം വരെ തോന്നിപ്പിക്കുവാൻ അവർക്ക് കഴിയുകയും ചെയ്തു. പക്ഷേ ഇവിടെ ലീഗ് നേതൃത്വം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്നു. നിരന്തരമുള്ള ചർച്ചകൾക്കൊടുവിൽ ഞങ്ങൾ ഇതാ 2 സീറ്റിൽ ഒതുങ്ങുന്നു, ഒപ്പം തന്നെ രാജ്യസഭാ സീറ്റ് എന്ന് പറയുന്ന 3-ാമത്തെ ഓപ്ഷനുമായി ഉപാധിയുമായി കീഴടങ്ങുകയും ചെയ്യുന്നു. ഇന്ന് ആ ലീഗ് നേതൃത്വത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം കണ്ടത് ഒരുപക്ഷെ ചരിത്രത്തിൻ്റെ ഒരു ആവർത്തനമായി തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻകാലങ്ങളിലൊക്കെ ഇതുപോലെ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു, ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാവുന്നതാണ് ലീഗ് നേതൃത്വം പറഞ്ഞത്, ഇത്തവണ 3-ാം സീറ്റ് തന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക കൂടി ചെയ്യുമെന്ന് ലീഗ് നേതാക്കൾ പറയുകയും ചെയ്തു. ലീഗിന് തന്നെ അറിയാം ദേശീയ രാഷ്ട്രീയത്തിൽ പ്രസക്തി നഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു എന്നുള്ളത് ലീഗ് നേതൃത്വം മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത്തവണ വളരെ വ്യത്യസ്ത ഒരു സവിശേഷ സാഹചര്യം ഉണ്ടായത്, ലീഗിൻ്റെ അണികൾ അത് യൂത്ത് ലീഗിൽ അടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇടയാക്കുകയുണ്ടായി. 3-ാം സീറ്റ് വേണം എന്നുള്ള വലിയൊരു സമ്മർദ്ദത്തിന് ലീഗ് നേതൃത്വത്തിന് അടിപ്പെടേണ്ടി വന്നു. അതുകൊണ്ടാണ് പാണക്കാട് അടക്കം വലിയ തരത്തിലുള്ള ചർച്ചകൾ പല ഘട്ടങ്ങളിൽ നടക്കുകയും പക്ഷേ ആ ചർച്ചകളെല്ലാം പതിവ് പോലെ ഈ കീഴടങ്ങളിലേക്ക്, നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രപരമായ കീഴടങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത്. ലീഗ് ഇപ്പോൾ കേരളത്തിൽ UDFിലെ പ്രബല ശക്തിയായി തുടരുന്നത് എന്ന് പറയുന്നത് തന്നെ ആ മുന്നണിയുടെ കെട്ടുറപ്പിൻ്റെ പ്രധാനപ്പെട്ട കക്ഷികളിൽ ഒരു പാർട്ടികളിലൊന്നുമാണ് ലീഗ് എന്ന് പറയുന്നത്. കോൺഗ്രസിന് ലീഗില്ലാതെയും ലീഗിന് കോൺഗ്രസ് ഇല്ലാതെയും നിലനിൽക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ആ മുന്നണിയുടെ കെട്ടുറപ്പ് അത്രത്തോളം ക്ഷയിക്കുകയും ചെയ്തു. കോൺഗ്രസ് ഇത്തവണ 16 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. 16 സീറ്റുകൾ നേരത്തെ തന്നെ സിറ്റിംഗ് MP-മാർ തന്നെ മത്സരിക്കുമെന്ന് KPCC അധ്യക്ഷൻ വ്യക്തമാക്കുകയും ചെയ്തു. AICCയും ആ നിലപാട് എടുക്കുകയും ചെയ്തു. 16 സീറ്റ് കഴിഞ്ഞ തവണത്തെ 2019 ഒരു ചരിത്രം ആവർത്തിക്കും എന്നുള്ള ഒരു കരുതലിലാണ് കോൺഗ്രസ് നേതൃത്വം അത്തരത്തിലൊരു നിലപാടെടുത്തത്. പക്ഷേ സാഹചര്യം വ്യത്യസ്തമാണ്. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാൻ വരുന്നു. ഒരുപക്ഷെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ വലിയ തരത്തിലുള്ള പ്രചാരണം കോൺഗ്രസ് അഴിച്ചുവിടുകയും അത് മുസ്ലിം ലീഗിലടക്കം, മുസ്ലിം സമുദായത്തിലടക്കം വലിയ തരത്തിലുള്ളൊരു പിന്തുണ കോൺഗ്രസിന് ലഭിക്കുകയും ചെയ്തു. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വളരെയധികം മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് ദേശീയ തലത്തിൽ യാതൊരു പ്രസക്തിയുമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുകയും ഇപ്പോൾ നേരത്തെ പല രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടുന്നത് തന്നെ ഏറ്റവും വലിയ തമാശകളിലൊന്നാണ് എന്നാണ് പുതിയ സാഹചര്യം എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് 16 സീറ്റിൽ നിന്ന് പിന്നാക്കം പോയി കഴിഞ്ഞാൽ തീർച്ചയായും ആ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിൽ നിന്ന് ഏതെങ്കിലും സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് തടയിടുന്നതായിരിക്കും ലീഗിന് ഒരു സീറ്റ് വിട്ടുകൊടുക്കുന്ന നിലപാടെടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഈ നിലപാടെടുത്ത് ഒരു സീറ്റ് പോലും അധികമായി വിട്ടുകൊടുക്കാൻ ലീഗിന് തയ്യാറല്ലെന്ന് പറയുന്നതും ലീഗിന് അത് ബോധ്യപ്പെടുകയും ചെയ്തു. ലീഗ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി എടുത്ത നിലപാടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനോട് എതിർക്കാൻ ശേഷിയില്ലാത്ത ഒരു പാർട്ടിയായി അവർ മാറുന്നു. ഒരുപക്ഷേ കേരളത്തിലെ വോട്ടിംഗ് ശതമാനം പരിശോധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനേക്കാൾ ശക്തിയുള്ള ഒരു പാർട്ടിയായി ലീഗ് മാറിയെങ്കിലും അവർക്ക് അവരുടെ ശക്തി തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് കോൺഗ്രസ് അതോടൊപ്പം തന്നെ ലീഗ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ
ഈ ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങളെ സംരക്ഷിക്കുക, ഒപ്പം തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ അവകാശങ്ങളെ സംരക്ഷിക്കുക എന്ന നിലപാടുമായി വന്ന ആ പാർട്ടി ഇപ്പോഴെത്തി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ പാർലമെന്റിൽ മുത്തലാഖ് വിഷയം വന്നപ്പോഴടക്കം അന്ന് ലീഗ് എം പിമാരെടുത്ത നിലപാട്, പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം ആ വോട്ടിങ്ങിൽ നിന്ന് വിട്ടുനിന്ന സാഹചര്യം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അയോധ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു വാചകം കൂടി സാഹചര്യത്തിൽ ഓർക്കേണ്ടതുണ്ട്. രാജ്യത്തെ ഭൂരിപക്ഷത്തിൻ്റെ ആവശ്യമായിരുന്നു രാമക്ഷേത്ര നിർമ്മാണം, അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം എന്ന് പറഞ്ഞ് കീഴടങ്ങുന്ന ഒരു ലീഗിൻ്റെ നേതൃത്വത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ന്യായമായും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ലീഗ് ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവരുടെ അസ്തിത്വം എത്ര കണ്ട് കുറഞ്ഞു പോയി എന്നുള്ള കാര്യം കൂടി ഇവിടെ പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും ലീഗ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലീഗ് ചരിത്രപരമായ ഒരു കീഴടങ്ങലിന് വിധേയരായിരിക്കുന്നു. അവർക്കറിയാം, നേതൃത്വത്തിനറിയാം. ഒരുപക്ഷേ ലീഗ് ഇത്തവണ നേരിട്ട് ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന് അണികളുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ ഒരു സമ്മർദ്ദമാണ്. ആ സമ്മർദ്ദം ഇത്തവണ എങ്കിലും, കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തീരെ മെലിഞ്ഞു പോയിരിക്കുന്നുവെന്നും ഇതാണ് ഏറ്റവും വലിയ അവസ്ഥയും സാഹചര്യവും അധിക സീറ്റ് വാങ്ങാനെന്ന് കരുതുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഈ ലീഗ് അണികൾ സമ്മർദ്ദവുമായി നേതൃത്വത്തിന് മുന്നിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത്. പക്ഷേ ആ സമ്മർദ്ദം പോലും ഫലവത്തായില്ല. പതിവ് പോലെ തന്നെ ലീഗ് 2 സീറ്റിൽ ഒതുങ്ങുകയും രാജ്യസഭാ സീറ്റെന്ന് പറയുന്ന വളരെ ചെറിയ ഒരു കാര്യത്തിലേക്ക് മാറുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ലീഗ് തിരിച്ചറിയുന്നുണ്ട്, കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്, 2019 സാഹചര്യമല്ല. രാജ്യത്ത് ഈ മുസ്ലിം അതോടൊപ്പം തന്നെ മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ കഴിയുന്ന ശേഷിയുള്ള ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലടക്കം ന്യൂനപക്ഷങ്ങൾ കഴിഞ്ഞ മുൻ വർഷങ്ങളേക്കാൾ കൂടുതൽ താല്പര്യത്തോടു കൂടി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതെല്ലാം തിരിച്ചറിയുമ്പോൾ ലീഗ് എന്ന് പറയുന്ന, നമുക്കറിയാം 1952 ലോക്സഭയിൽ 2 എം പിമാരുണ്ടായിരുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ. അത് 2024 തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴും അത് 2 സീറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ആ പാർട്ടി എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് വളരെ പ്രസക്തമാകുന്നത്. ആ പാർട്ടിയുടെ രൂപീകരണത്തെക്കുറിച്ചൊക്കെ നമ്മൾക്ക് അറിയാം. കാരണം രാജ്യരൂപീകരണത്തിന് ശേഷം ന്യൂനപക്ഷങ്ങളുടെ അവകാശം സംരക്ഷിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്പോൾ കേവലം ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ചെറിയൊരു വിഭാഗത്തിൻ്റെ താല്പര്യം, ഒരു നേതൃത്വത്തിൻ്റെ വിഭാഗത്തിന് മാത്രം നിലകൊള്ളുന്ന ഒരു പാർട്ടിയായി മാറുന്ന തരത്തിലേക്ക് ആ പാർട്ടി എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇത്തവണയെങ്കിലും എതിർ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ട നേതാക്കന്മാരെങ്കിലും പരസ്യമായി പറയേണ്ട സാഹചര്യം വന്നിരുന്നു. ലീഗിന് 3ാം സീറ്റിന് അർഹതയുണ്ട്, ന്യായമാണ് അവർക്ക് 3ാം സീറ്റ് കൊടുക്കേണ്ടതെന്നുള്ളത്. ആ ന്യായം എന്ന് പറയുന്ന സാഹചര്യത്തെക്കുറിച്ച് മുസ്ലിം സമുദായത്തിലുള്ളവർക്കറിയാം, ലീഗിൻ്റെ അണികൾക്കറിയാം, ലീഗിൻ്റെ യൂത്ത് നേതാക്കൾക്കറിയാം. പക്ഷേ നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള ചർച്ചയെ തുടർന്ന് അതുപോലെ അവർ കീഴടങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പരാജയമായി തന്നെയാണ് ഇതിനെ വിലയിരുത്തേണ്ടത്.